Nitrogen narcosis or rupture of the deep or the Martini effect. ഈ മൂന്ന് പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും? ഇല്ല സർ. കേട്ടിട്ടില്ലേ? ഇല്ല. ഓക്കെ, എങ്കിൽ വേറൊരു കാര്യം, നിങ്ങളിൽ ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആരും അറിയാതെ ഒരു 2 എണ്ണം. സാറ് കമ്പനിക്ക് ആളെ തപ്പുവല്ലേ? എനിക്ക് കമ്പനിക്ക് നിങ്ങളാരും പോര മക്കളെ. പറ, ആരെങ്കിലും? സാറേ ഇജാസ് കഴിച്ചിന്. പൊന്നു സാറേ, ആകെ ഒരു തവണയാ, അതും പുറത്തെറിഞ്ഞാൽ ഫിരണ്ട് പുറത്താക്കും. പുറത്തറിയുന്നില്ലല്ലോ. എങ്കിൽ ഇജാസേ, നീ പറ, മദ്യപിച്ച് കഴിയുമ്പോ എന്താ തോന്നുക? സാറേ, ഈ കോളുള്ളേരം ബോട്ടി പോണ്ടോ അല്ലേ, ഈ വെയിറ്റ് ഒക്കെ പോയിട്ട് ഇടയ്ക്ക് ബാലൻസ് ഒക്കെ തെറ്റും. പിന്നെ ഭയങ്കര ധൈര്യവും. കേട്ടല്ലോ, മദ്യപിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ അവസ്ഥ മദ്യപിക്കാതെ തന്നെ ഒരു ഡൈവർക്ക് അനുഭവപ്പെടും. എപ്പോ? ഓപ്പൺ സീയിൽ 30 മീറ്റർ ഡെപ്തിന് കൂടുതലിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ. ഈ അവസ്ഥയാണ് നൈട്രജൻ നാർക്കോസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും 30 മീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. ശരി, എങ്കിൽ ഇന്ന് നമ്മൾ 30 മീറ്റർ ക്രോസ് ചെയ്യുന്നു. റെഡി? റെഡി സർ. ആ കോയ, ഈ 4 സിലിണ്ടറുകളും മാറ്റി വെക്കണം. ഇതിൽ കാർബൺ മോണോക്സൈഡ് മിക്സ് ആയിട്ടുണ്ട്. അത് പ്രശ്ന വിഷവാതകമാണ്. ശ്വസിച്ചാ കൂടിപ്പോയാൽ 4 മണിക്കൂർ ആളുടെ കാറ്റ് പോകും. ഇതാര് ചെയ്ത്? ആരും ചെയ്തല്ലോ. കംപ്രസറിലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ലീക്കായി അതിലെ ഹൈഡ്രോ കാർബൺസ് മിക്സ് ആകുമ്പോൾ താനേ ഫോം ആകുന്ന. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഐ എം സോറി ഐ ഫ്ലൗട്ടഡ് യുവർ മിഷൻ ദാറ്റ് ഡേ. ഓ നോ, ദാറ്റ്സ് ഓക്കെ. ഐ ആം ധീരജ് നയ്യർ, സബ് ലെഫ്റ്റനന്റ്. ഇന്ന് എനിക്ക് ഷോർ പെട്രോൾ ഡ്യൂട്ടിയാണ്. മലയാളം ട്രെയിനിങ് കൊച്ചിയിലായിരുന്നു സർ. ഡീപ് സീ ഡൈവിംഗിൽ സാറുടെ പേരിൽ there's a record, right? അത് റെക്കോർഡിടാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. ഓ, സോ വാസ് ദാറ്റ് എ റെസ്ക്യൂ മിഷൻ then? പത്രത്തിൽ പേരും ഫോട്ടോയും വരാൻ വേണ്ടി ചെയ്ത. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറെ നാളായിട്ട് മിസ്സിംഗ് ആണ്. നോ കോണ്ടാക്ട്. പത്രത്തിലെ ഫോട്ടോയും വാർത്തയും കണ്ട് വിളിച്ചാലോ എന്നൊരു പ്രതീക്ഷ. അങ്ങനെ ചെയ്തു പോയതാ. റൈറ്റ്, ഐ വിൽ സീ യു അറൗണ്ട് ദെൻ. See you. ഓക്കെ ഗൈസ്, 10 മീറ്റർ ഡെപ്തിൽ 3 മിനിറ്റ് ഹോൾഡ് ചെയ്യാം. അപ്പോഴേക്കും ഐ വിൽ ജോയിൻ യു. ഓക്കെ? ഓക്കെ സർ. ഗെറ്റ് സെറ്റ്. ഹായ് മുത്തുമണി. ചന്തുമാമ, എന്തായി? സെക്രിയനെ കണ്ടോ? ഇല്ല മോളെ, അവൻ നാട്ടിൽ പോയിരിക്കുക. അതെ, ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് കൃത്യമായിട്ട് നോക്കണുണ്ട്. പേര് വെച്ച് സെർച്ച് ചെയ്യണമുണ്ട്. പക്ഷെ നാദറ മാത്രമില്ല. ആ, എന്തു പറയുന്നു നിന്റെ ആര്യപുത്രൻ? ബഹുത് ബഹുത് ഹാപ്പി. ആ, എനിക്ക് വിളി വന്നു, ഞാൻ ചെല്ലട്ടെ. എങ്ങോട്ട്? കടലിന്റെ അടിയിലോട്ട്. ബൈ.
ഹലോ ഇല്ല എന്നിട്ട് ഓ ഞാൻ സക്രിയ ഞാനടാ സക്രിയ ഞാനാടാ ശാന്തനു വണ്ടി നിർത്ത് സക്രിയ ഞാനാണെന്ന് ശാന്തനു ഭയിലുള്ള പോയത് നമ്മളെ ഇൻസ്ട്രക്ടർ ഇല്ലേ? അയി മുന്നിൽ പോയത് ലൈറ്റ് ഹൗസിലെ സക്കരിയ സാറാണ്ടു. എന്താ പ്രശ്നം കണ്ട് അയാൾ വന്നത് മുതൽ കേൾക്കേണ്ടത് ലൈറ്റ് ഹൗസ് എവിടുന്നാ? ഫിടി എവിടെ കൊണ്ട് സക്രിയ എവിടെ? സക്കറിയ സാർ ഇവിടെ ഇല്ല. എവിടെ പോയി? എവിടെ പോയെന്ന് എനിക്കറിയില്ല. എപ്പോ വരും? എപ്പോ വരും എനിക്കറിയില്ല. തന്റെ പേരെന്താണോ? പേരെന്താന്ന് എനിക്കറിയില്ല. എന്റെ പേര് കുഞ്ഞിക്കോയ. അതെ, അതിന്റെ മേലേക്ക് ഇന്ന് കയറാൻ പറ്റില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു. ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ നീ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഒരു തവണ പോലും നീ ഫോൺ എടുത്തിട്ടില്ല. അതുകൊണ്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ വരുമെന്നറിഞ്ഞെങ്കിൽ ഞാൻ എന്തായാലും ഫോൺ എടുത്തേനെ. എൻ്റെ കണ്ണി പെടാതെ ഇത്രയും ദിവസം വിളിച്ചിരിക്കുകയായിരുന്നല്ലേ? ഏയ്, 2 ദിവസം തെണ്ടി തിരിഞ്ഞിട്ട് തിരിച്ചു പോട്ടെ എന്ന് കരുതി. തിരിച്ചുപോക്ക് ഉടനെ ഉണ്ടാവില്ല. സ്പോർട്സിൽ ഡെപ്യൂട്ടേഷൻ ചോദിച്ച് വാങ്ങി വന്നതാ. ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. ഓ കർത്താവേ. എടാ അതെ, എനിക്കിവിടെ ഒരു കാര്യം അറിയാനുണ്ട്. നീ ഒന്ന് അന്വേഷിച്ചറിയണം. എന്താ? ഇവിടുത്തെ നേവൽ ബേസിൽ നസീബ് ഇമാം എന്ന പേരുള്ളൊരു സബ് ലെഫ്റ്റനൻ്റ് ഉണ്ട്. അവൻ്റെ പേരും പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ നാദിരയുടെ ബ്രദറാണോ എന്നൊരു സംശയം. ആണെങ്കിൽ എടാ, അവളെപ്പറ്റി എന്താ ഏതാന്നറിയാനുള്ള അവസാനത്തെ ഒരു മാർഗമാണ് അവൻ. എടാ, ഞാൻ നേരിട്ട് അവിടെ ചെന്ന അവൻ ചിലപ്പോൾ എന്നെ ഐഡന്റിഫൈ ചെയ്യും. അതോടൊക്കെ തീരും. ഇക്കാര്യത്തിലൊരു ചാൻസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒന്ന് എനിക്ക് വേണ്ടി
ചാടി ചാവട തെണ്ടി. വയസ്സ് 40 ആവാറായി. നാണം കെട്ടവൻ. എന്നിട്ട് നടക്കുക തൊലിഞ്ഞ പഴയൊരു പ്രേമത്തിന്റെ കാര്യം പറഞ്ഞോണ്ട്. ഈ കാര്യത്തിലേ പണ്ട് നിനക്ക് ഓട പിടിച്ചോണ്ട് എന്റെ ജീവിതം കല്ലത്തായത്. അതിനെ അല്ലടാ നമ്മൾ വിധി എന്ന് പറയുന്നത്. വിധിയല്ലടാ, തരിപ്പ്, കുത്തിത്തരിപ്പ്. ഫ്രണ്ട്, അവന്റെ പ്രേമം, കോപ്പ്. എനിക്കിപ്പോ 25 അല്ല പ്രായം. പക്ഷെ എനിക്കിപ്പോഴും 25 തന്നെയാ. ഒറ്റ അടിക്കാൻ പറ്റും. ക്യാപ്റ്റൻ സക്കറി ലീവിന് വരുമ്പോ മോന്റെ കോട്ടയെന്നൊരു കുപ്പിയും കാത്തിരുന്നു റിട്ടയർഡ് പെറ്റി ഓഫീസർ വാറുണ്ണി, എന്റെ അപ്പൻ. ഞാൻ ചെന്നത് പണിയും പോയി പെട്ടി കിടക്കേട്ടാ നീ കാരണം. പണി പോയോണ്ട് കെട്ടാനിരുന്ന പെണ്ണിന്റെ വീട്ടുകാർ ഒരു സല്യൂട്ട് നിന്നിട്ട് വീച്ചയും കൂടെ അടിച്ചുപോയി. അപ്പൊ ആര് തണ്ടി? ഞാൻ തന്നെ. പിന്നെ ഈ ലൈറ്റ് ഹൗസിൽ ജോലിയും കിട്ടി, നെഞ്ചത്തെ രോമോ നരച്ച് ഒടുവിലൊരുത്തെ കെട്ടുന്നായപ്പോ മനസ്സമ്മത്തിന് തലേന്ന് അവൾ വേറൊരുത്തൻ്റെ കൂടെ വിളിച്ചെടുപ്പി. പാസൂഷി ഞാൻ എന്തായി? തെണ്ടി. ഈടാ പെണ്ണ് കെട്ടുന്നാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? എനിക്കതെ. അങ്ങനെയാണെങ്കിൽ നിന്റെ 3-ാം കെട്ട് ഞാൻ നടത്തിത്തരും. നിന്റെ അപ്പൻ എത്ര കുപ്പി വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം നീ എന്നെ ഒന്ന് എന്റെ അപ്പൻ ചത്തിട്ട് 10 കൊല്ലം നാറി. വിടുകോയാ, അവൻ തല്ലട്ടെ. നീ തല്ലടാ. ഈ പേരിൽ ആട്ടിൻതെറിയും കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി. കുടുംബത്തിലോ ബന്ധത്തിലോ ഏതേലും പിള്ളേര് പ്രേമിച്ചാലോ ഒളിച്ചോടി പോയാലോ പഴി എനിക്കാ. എന്നെ കണ്ടാണല്ലോ പഠിക്കുന്നത്. 25 വയസ്സിലെ തമാശനായിരുന്നടാ. പക്ഷെ അത് ഇത്രയും കൊല്ലം ഇരിക്കപ്പുറത്തി തരാത്ത പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭ്രാന്തായി പോയി, ഒരുമാതിരി പാളം തെറ്റി. എന്തേലും ഒന്ന് അറിഞ്ഞിട്ട് ഷട്ടറിടാലോ എല്ലാത്തിനും. സക്കറിയ സാറേ, സത്യത്തിൽ സൂക്കുള്ള ആളാ? സൂക്കേടാ. നിങ്ങളുടെ അനിയത്തിക്കൊന്നും അതേ സൂക്കേട്. പ്രേമം. ഡിറ്റൻഷനോടാ. ഉമ്മ വയ്ക്കുന്ന ഇത്ര വലിയ ഒഫൻസ് ആണ്. വെറുതെ വരട്ടേടാ. വരട്ടാ. കോർട്ട് മാർഷൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുക. എന്താ നോക്ക്, എന്റെ പേരുണ്ട്. ഞാൻ എന്ത് ചെയ്യത്താണ്? ഞാനാണ് നിങ്ങളുടെ രണ്ടുപേരും ചുണ്ടമ്പിൽ കൂട്ടിമുട്ടിച്ചത്. നിനക്ക് സുഖമെങ്കിലും കിട്ടി, എനിക്ക് എന്ത് കിട്ടി? You may read the charge. Charge against the first accused. You, Shantanu P., Sub-Lieutenant, have forcibly kissed and molested Miss Nadira Imam, daughter of Jafar Imam, only 15 years old, on the 15th of April at 2 p.m. അവൾക്ക് 15 വയസ്സേ ഉള്ളൂ. How do you plead? Guilty or not guilty? സർ, ആ കുട്ടിക്ക് 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് അറിയില്ല. Sir, let him speak English or Hindi, not in regional language. I didn't know she was just 15 years old, sir. That means he's pleading guilty. Mr. Prosecutor, please sit down. Mr. Shantanu, your answer should either be a yes or a no. No, sir. Okay,
let's proceed with the next charge. Charge against the second accused. You, Zachariah KV, Lieutenant Signals Officer, have abetted and hereby supported the first accused in committing molestation of Miss Nadira Imam, daughter of Jafar Imam, aged 15 years, on the 15th of April at 2 p.m. How do you plead? Guilty or not guilty? Not guilty, sir. The case is posted for trial on the 17th of August. സോറി, ഞാൻ ഹെൽപ്ലെസ്സാ. ഒരു ഡിഫൻസ് കൊടുക്കാനില്ല. എന്ന് വെച്ചാ കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ. പ്രായം 16 താഴെയാണെങ്കിൽ, കുട്ടിയുടെ സമ്മതത്തോടുകൂടി ആണെങ്കിൽ പോലും അതൊരു ഒഫൻസാ. അതിനെ കണ്ടാ തോന്നണ്ട 15 വയസ്സാന്ന്. യൂറിയ ഫോസ്ഫേറ്റ് കിട്ടും പെരുപ്പിച്ചെടുത്തിരിക്കല്ലേ ആൾക്കാരെ പഠിപ്പിക്കാൻ. അതൊക്കെ പോട്ടെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ മേത്ത് പേരണ കുറ്റം? ഞാൻ പറഞ്ഞു എന്നോട് അവളെ പിടിച്ച് ഉമ്മടാന്ന്. ആരും വരാൻ നോക്കാൻ ഷവർ റൂമിന് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള അലിഗേഷൻ. അതിന് സാക്ഷി പെൺകുട്ടിയുടെ അച്ഛൻ റിയർ അഡ്മിറൽ ജാഫർ ഇമാം. പോരെ? മാക്സിമം പോയ എന്താ ഉണ്ടാവുക? തെളിഞ്ഞാൽ മോറൽ ടേർപ്പിറ്റ്യൂഡിന് ഡിസ്മിസിൽ ഉറപ്പാ. കിസ് ചെയ്തോ എന്ന ചോദ്യത്തിന് ആ കുട്ടിയുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ Miss Nadira, yes or no? Yes or no? Yes. That may be correct, sir. I have no more questions. The guilt against the accused is proved beyond doubt. No. What do you mean? He is not guilty, sir. We are in love. I love him. I really love him. See, Miss Nadira, it's absolutely irrelevant whether you love him or not. The issue in question is... Mr. Prosecutor, stop counseling her. The court will be in recession for 1 hour. വിധി പറഞ്ഞ നിങ്ങളെ സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാർ? ഇടവും മനുഷ്യപ്പറ്റില്ലാത്ത കുറെ ആളുകൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ക്യൂ നിൽക്കുക. ഒന്നേ ഉള്ളൂ ചെയ്യാൻ, സ്വമേധയാ ഡിസ്ചാർജ് വാങ്ങി പിരിയുക. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഗാർഡിലോ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലോ കയറി പറ്റാം. ടെർമിനേഷൻ ആണെങ്കിൽ പിന്നെ ക്രിമിനൽ പ്രൊസീഡിങ്സ്, ജയിൽ, യു നോ, ഓൾ ദാറ്റ്. ഓൺലി ഗോഡ് ക്യാൻ ഹെൽപ്പ് യു. ഞാൻ റെഡിയാണ് സാർ.
പ്രേമം തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പക്ഷെ ഇതുപോലെ അസ്ഥിക്ക് പിടിക്കണേന് കാര്യമായിട്ടൊരു കാരണം വേണം. ഈ പറഞ്ഞതിൽ അതിന് മാത്രം എന്താടാ ഉള്ളത്? ഇതുവരെ പറഞ്ഞതിലൊന്നുമില്ല. അതുണ്ടായത് പിന്നീടാണ്. സക്രിയ, It's a childish prank that has spoiled this man's career and life. नहीं ना यार अंकल, ऐसा नहीं है. I'm serious about this. I'm serious about him. Serious? You're only 15. You're not matured enough to take a serious decision about this. That's what the law says. ഇവൾക്ക് ഇവളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തതാ പ്രായം. സീരിയസ് ആണത്രേ. 5 കൊല്ലം കഴിഞ്ഞ് ഇവളോട് ഇതേക്കുറിച്ച് ചോദിച്ചാൽ ഇവള് തന്നെ ചിരിക്കും. Do you think so? Five years. ठीक है. After 5 years, I will show you. I will convince you. All of you. ഒരു 15-കാരിയുടെ വാശിയേറിയുള്ളൊരു വെല്ലുവിളി. അപ്പോൾ അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ എവിടെയോ കിടന്നിരുന്നു. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് അവള് റെസ്പോണ്ട് ചെയ്താ? എങ്ങനെ? ഒരു ബോംബ് പൊട്ടിക്കുന്ന പോലെ. പാവം കുറെ ആയിപ്പെങ്കിലേ കിടന്ന് പടച്ചു വന്നെ ബീലി പന്നാ. ആ നിങ്ങൾ ബാക്കി പറഞ്ഞു. എന്നല്ല ഇത് ചതിയല്ല റബ്ബേ. വണ്ടി വിട് ഓളെ വിടായല്ല. ഓള് പോകും ഇപ്രാവശ്യം. എന്താ കോയ പ്രശ്നം? പ്രശ്നോ? നിങ്ങളെ പോലുള്ള ആളുകളാണ് ഈ വക മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. മനുഷ്യന്റെ മനസ്സമാധാനം കളയൽ, പ്രേമം വന്നോളൂ. നീ വണ്ടി വേഗം വിട്. നിന്റെ ഫീമെയിൽ വേഷൻ അതുവാ കോയയുടെ പെങ്ങള്. മെഡിക്കൽ കോളേജിൽ വെച്ച് ആ കുട്ടി ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായി. അതറിഞ്ഞ കോയ വെക്കേഷൻ വന്ന കൊച്ചിനെ പിന്നെ തിരിച്ചു വിട്ടില്ല. 2 കൊല്ലായി. 1-2 പ്രാവശ്യം കോയയുടെ കണ്ണു വെട്ടിച്ച് അവള് ഷിപ്പിൽ കയറിയതാ. അപ്പോഴല്ലേ ഇതുപോലെ ഏതെങ്കിലും നാറുകൾ പോയി ഒറ്റി കൊടുക്കും, കോയ പോയി തിരിച്ചു പിടിച്ചുകൊണ്ടുവരികയും ചെയ്യും. അതെന്താ? ആ പയ്യൻ മുസ്ലിം അല്ലേ? അതൊന്നും അല്ലടാ പ്രശ്നം. അവള് പോയവൻ ആറ്റക്കോയ്ക്ക് ആരുമില്ല. ഈ ദ്വീപിലൊരു പയ്യനാവുമ്പോ അതേ ഈ പടപ്പൊക്കെ. എന്ന് വെച്ച് അവൾക്ക് അവിടെ ഇഷ്ടം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഓ, വർഗസ്നേഹം. ഒന്ന് പിടിക്കട്ടെ, നമുക്ക് വട്ടം വെച്ച് കോയ തടഞ്ഞാലോ? ചവിട്ടി കയറ്റി തരും ഞാൻ. ഇവിടെ നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെട്ട് എനിക്ക് തല്ലുപിടിച്ച് തരാനാണോ? അവൾക്ക് യോഗ ഉണ്ടെങ്കിൽ അവള് പൊക്കോളും. പാവം. ആര്? നീ തന്നെ. ആ നീ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ ഏട്ടാ, എത്തിയിട്ട് വിളിക്കാം.
പൊങ്ങാത്തത്? ഡോക്ടർ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. ഇഷ്ടമുള്ളവർ ഒന്നിക്കുന്നത് കഥയിലും മറ്റുള്ളവരുടെ കാര്യത്തിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അയാളെ വരുന്നതിന് മുമ്പ് ഒന്ന് എടുത്തോണ്ട് പോകാൻ പറ രാജീവേ. ഹലോ, എന്താ താമസം? പൊക്കൂടെ? ഒരു നേവി സ്റ്റാഫ് കൊച്ചിക്ക് ഇപ്പോൾ വരും. See, this is an air ambulance. I am the medical superintendent and I certified the evacuation. Patient can't wait for any Navy staff. Don't worry, ma'am. It's only a matter of 5 minutes. We will make it up in flight. How can you say? ഡോക്ടറെ, മുടിയാനായിട്ട് അവന്റെ അമ്മനെ കെട്ടിക്കാൻ ഏതവനാണോ വരുന്നു? ഒരു അഫയറിന്റെ തീ പുറകിൽ എവിടെയോ ഉണ്ടല്ലോ ഡോക്ടറെ. ആ ഉണ്ട്. ആർക്കതില്ലാത്തത്? പേടിക്കൊണ്ട, ഞാൻ വരാം. അതാ ഉള്ളു. മോളെ ജീസസ്. ദുവാ സ്റ്റോപ്പ്. ദുവാ ഇന്നമി മോളെ ബാ, മോളെ ബാ ബാ. ഇതൊന്നും ശരിയാക. നീ ഇളിഞ്ഞ് ബന്നോടാ മോളെ ബാ. നീ പോയ പിന്നെ ഈ മൂത്ത ഉണ്ടാക. എന്നെ മൂത്തോനെ ഇങ്ങനെ നീ ഇളിഞ്ഞ് ബന്നോടാ. ബാ മോളെ. നീ അതിനവൾക്ക് ആയിക്കോട്ടെ. എന്താ ഡോക്ടറെ, എന്തേലും കൊണ്ടുപോകണോ? മരുന്നോ മറ്റോ? ആ ഉണ്ട്. മരുന്ന നിനക്കുള്ളത്. മാറങ്ങോട്ട്. ഡോക്ടർ ആള് കൊള്ളാലോ. കാണുന്ന പോലല്ല. അതിലും കുഴപ്പമാണോ? ചിലപ്പോഴൊക്കെ. ഹായ്. ആരത്? നേവിക്കാരൻ പയ്യന് ധീരജ്. അവനുമായിട്ടൊരു അടുപ്പം തുടങ്ങിയിട്ടുണ്ട്. നസീബിനെ കുറിച്ച് അറിയാൻ അതും ഒരു മാർഗമാണ്. ആ പയ്യന് നല്ല ആറ്റക്കോയോട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ,